നമുക്കിനി അടുത്ത ജോഡി നൗണുകൾ നോക്കാം, സെൻറ്റൻസിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. ഓൾ റെസിഡൻസ് ഷുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണോ, അതോ ഓൾ റെസിഡൻസ് ഷുഡ് അറ്റൻഡ് ദ മീറ്റിംഗ് എന്നാണോ? ഓക്കെ, ഇവിടെ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ വൺ റെസിഡൻറ്റ്, മെനി റെസിഡൻറ്റ്സ്, ദിസ് റെഫേഴ്സ് ടു പീപ്പിൾ. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റായിട്ടുള്ളത്? റെസിഡൻസ് എന്നല്ലേ, ഇത് ആൾക്കാരെ പറ്റി പറയാൻ വേണ്ടി, മീറ്റിങ്ങിന് ആൾക്കാരല്ലേ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓൾ റെസിഡൻറ്റ്സ് ഷുഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ ഇനി റെസിഡൻസ് എന്നാണെങ്കിലോ, റെസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ താമസ സ്ഥലം അല്ലേ, നമ്മളെ വീടാവാം, നമ്മളെ അപ്പാർട്ട്മെൻ്റ് ആവാം, നമ്മളെ വേറെ എന്തെങ്കിലും, അതൊക്കെയാണ് റെസിഡൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ റെസിഡൻസിൽ താമസിക്കുന്ന ആൾക്കാരാണ് റെസിഡൻസ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കുക, ജസ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. പ്ലീസ് അപ്ഡേറ്റ് യുവർ റെസിഡൻസ് ഡീറ്റെയിൽസ് എന്നാണോ, അതോ പ്ലീസ് അപ്ഡേറ്റ് യുവർ റെസിഡൻസ് ഡീറ്റെയിൽസ് എന്നാണോ? അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന ആളാണ്, റെസിഡൻസ് എന്ന് പറഞ്ഞാൽ താമസ സ്ഥലമാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ഉത്തരം റെസിഡൻസ് ആണ്. റെസിഡൻസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് RESIDENT, അതായത് താമസിക്കുന്ന ആളാണ് ഇത്. RESIDENCE എന്ന് പറഞ്ഞാൽ താമസ സ്ഥലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.